രാത്രി ഏകദേശം 11 മണി കഴിഞ്ഞിരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നതുകൊണ്ട് റോഡിൽ വാഹനങ്ങൾ തീരെ കുറവായിരുന്നു. ഓഫീസിലെ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചാണ് രാഹുൽ കാർ ഓടിച്ചിരുന്നത്. വീട്ടിലേക്ക് വേഗത്തിലെത്താൻ വേണ്ടി അവൻ സ്ഥിരം പോകുന്ന വഴി വിട്ട് റബ്ബർ തോട്ടത്തിന് നടുവിലൂടെയുള്ള പഴയ ഷോർട്ട് കട്ട് റോഡിലേക്ക് വണ്ടി തിരിച്ചു. ഇരുവശത്തും തിങ്ങി നിറഞ്ഞ റബ്ബർ മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വഴിവിളക്കുകളില്ലാത്ത ആ റോഡിൽ കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം മാത്രമേ രാഹുലിന് കൂട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ചത്. കുറച്ചകലെയായി റോഡിൻ്റെ ഇടതുവശത്ത് ഒരാൾ നിൽക്കുന്നു. അടുത്തേക്കെത്തിയപ്പോൾ അതൊരു സ്ത്രീയാണെന്ന് മനസ്സിലായി. ഈ പെരുമഴയത്ത് കുടപോലുമില്ലാതെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ രാഹുലിന് അത്ഭുതം തോന്നി. അവൾ കൈ കാണിച്ചില്ലെങ്കിലും മനുഷ്യത്വം തോന്നി. രാഹുൽ കാർ അവൾക്കരികിൽ ഒതുക്കി ഗ്ലാസ് താഴ്ത്തി. കയറിക്കോളോ, ഞാൻ സിറ്റി വരെ പോകുന്നുണ്ട്, അവൻ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ പിൻസീറ്റിലെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. മുഖം പകുതിയും നനഞ്ഞ മുടി കൊണ്ട് മറഞ്ഞിരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങി. കാറിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. രാഹുൽ കണ്ണാടിയിലൂടെ ഇടയ്ക്ക് നോക്കിയെങ്കിലും അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. കാറിനുള്ളിൽ പെട്ടെന്ന് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടുന്നത് പോലെ അവന് തോന്നി. എവിടെയാണ് ഇറങ്ങേണ്ടത്? രാഹുൽ ചോദിച്ചു. ആ കാണുന്ന വീടിൻ്റെ മുന്നിൽ. വളരെ പതുക്കെ ഒരു മുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ അവൾ മറുപടി പറഞ്ഞു. അവൻ വണ്ടി അവിടെ നിർത്തി. അവൾ ഡോർ തുറന്നിറങ്ങി. നന്ദി എന്നവൾ പറഞ്ഞത് കാറ്റിൽ അലിഞ്ഞുപോയി. രാഹുലൊന്ന് നെടുവീർപ്പിട്ട് വണ്ടി മുന്നോട്ടെടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് പിൻസീറ്റിൽ അവൾ ഇരുന്ന സ്ഥലത്തേക്ക് അവൻ വെറുതെ ഒന്ന് നോക്കി. അവൻ ഞെട്ടിവിറച്ചുപോയി. അവൾ ഇരുന്ന സീറ്റ് നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മഴയത്ത് കുതിർന്നു കയറിയിട്ടും ഒരു തുള്ളി വെള്ളം പോലും സീറ്റിലുണ്ടായിരുന്നില്ല. അമ്പരപ്പോടെ അവൻ ആ പഴയ വീടിൻ്റെ ഗേറ്റിലേക്ക് നോക്കി. ഗേറ്റിൽ ഒരു ഫോട്ടോ വെച്ച് റീത്ത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോയ്ക്ക് താഴെ 1-ാം ചരമവാർഷികം എന്ന് എഴുതിയിരുന്നു. ആ ഫോട്ടോയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ തൻ്റെ കാറിൽ നിന്നും ഇറങ്ങിപ്പോയ അതേ സ്ത്രീയായിരുന്നു.